ഹേ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പുറത്ത് പോകാമെന്ന് കരുതി നോമ്പ് തുറക്കാൻ. ഡെയിലി വീട്ടിൽ നിന്നല്ലേ, അപ്പോൾ ഇന്നൊരു ചേഞ്ചിന് പുറത്ത് പോയിട്ട് നോമ്പ് തുറക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് അവിടെ മാളിൽ നോമ്പ് തുറേൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, സമയമാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ വാങ്ങി വെച്ചാൽ പിന്നെ തിരക്കാവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് വേഗം പോയത്. പക്ഷേ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയില്ല, പിന്നെ ഹൈപ്പറിലും ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് ഞാൻ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട്. എനിക്ക് ആ പേരക്കേൻ്റെ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ബോട്ടിലിൽ വരുന്നത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ കുടിക്കാനുണ്ടാവും. അതിൻ്റെ ഇടയിൽ മാളൂട്ടി അവിടെ നിന്ന് ഒരു ബേബീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജ്യൂസും സ്നാക്സൊക്കെ വാങ്ങിച്ചു. ഇഫ്താർ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പം ബില്ല് ചെയ്തിട്ട് ഇനി ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാം കാണിച്ചു തരാം. ഇഫ്താർ സ്നാക്സ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചട്ടിപ്പത്തിരി, ഉന്നക്കായ, കട്ട്ലേറ്റ് അങ്ങനെയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബീഫ് ലസാഗ്ന മാളൂട്ടിക്ക് ഭയങ്കര ഇഷ്ടം, അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഒലീവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറക്കുകയാണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ റിഫ്ലക്ഷൻ മേലെ കണ്ടിട്ട് മാളൂട്ടി അത് കാണിച്ചിരുന്നുണ്ടായിരുന്നു. ഇതിൽ ഞങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കി നോക്കും. അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ മാളൂട്ടിക്ക് ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അതൂടെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ മാളൂട്ടീനെ പാർക്കിലൊന്ന് കൊണ്ടുപോകാമെന്ന് കരുതി. കുറേ ദിവസമായാലും പുറത്തൊക്കെ വന്നിട്ട്, അപ്പോൾ ജസ്റ്റ് പാർക്കിലും കൂടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് കരുതി. നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ റമദാൻ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു അതൊക്കെ കാണാൻ തന്നെ. നമുക്ക് കയറി നിന്ന് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ രീതിയിലും ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. മാളൂട്ടീനെ സർപ്രൈസ് ആയിട്ടാണ് ഞങ്ങൾ പാർക്കിൽ കൊണ്ടുപോയത്. ആ എക്സ്പ്രഷൻ ആണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. പാർക്കിൽ എത്തിയപ്പോൾ പിന്നെ ആൾ ഫുൾ ആക്റ്റീവായി. അത്രയും നേരം ഭയങ്കര ടയേർഡും കാലുവേദനയൊക്കെ ആയിരുന്നേ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം പാർക്കിലൊക്കെ കളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ വെയിറ്റർ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ടേബിളിൽ നിന്ന് തന്നെ ഇത് ഞെക്കിയാൽ മതി കേട്ടോ നമുക്ക്. ഞാൻ ചിക്കൻ കബാബ് സാലഡ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാളൂട്ടി മൂബിക്കാക്കി അൽഫാം ആയിരുന്നു പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് മാളൂട്ടിക്ക് എൻ്റെത് കഴിക്കണം അവളുടെ കഴിക്കണം എന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ഞങ്ങളത് ഷെയർ ചെയ്ത് കഴിച്ച്. പിന്നെ അവിടെ നമുക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ പുതിനയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒന്നുകൂടെ ടയേർഡായി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു.